അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപിൻ്റെ സ്ഥാനാരോഹണം ഇന്ന് നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10:30 സ്ഥാനാരോഹണം നടക്കുന്നത്. താപനില -6 സെൽഷ്യസിലേക്ക് താഴ്ന്നതിനാൽ ചടങ്ങുകളൊന്നും പുറത്ത് നടത്തില്ല. എല്ലാം അകത്തെ വേദികളിലാണ് നടക്കുന്നത്. അമേരിക്കൻ ക്യാപിറ്റൽ മന്ദിരത്തിലെ റൊട്ടാൻഡ ഹാളിലാകും വേദി. 1985-ൽ റൊണാൾഡ് റീഗൻ്റെ സ്ഥാനാരോഹണമാണ് അകത്തെ വേദിയിൽ ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ളത്. സ്ഥാനാരോഹണത്തിന് ശേഷമുള്ള പരേഡും ഉള്ളിൽ തന്നെയാണ് നടത്തുന്നത്. ട്രംപ് അനുകൂലികൾക്കായി ക്യാപിറ്റോളിന് പുറത്ത് പ്രത്യേക സ്ക്രീനുകളിൽ ചടങ്ങുകൾ പ്രദർശിപ്പിക്കുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ. തിങ്കളാഴ്ച വാഷിംഗ്ടണിൽ -12 വരെ എത്താനാണ് സാധ്യത എന്നും പറയുന്നുണ്ട്. സത്യപ്രതിജ്ഞയ്ക്കായി ഡൊണാൾഡ് ട്രംപും കുടുംബവും ശനിയാഴ്ച വൈകുന്നേരം വാഷിംഗ്ടണിലെത്തി. അതേസമയം 4 വർഷം മുമ്പ് US ക്യാപിറ്റോളിൽ ട്രംപ് അനുകൂലികൾ ഇരച്ചുകയറിയ സംഭവത്തിന് ശേഷം ആദ്യമായാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ തലസ്ഥാനത്ത് തിരികെ എത്തുന്നത്. സ്ഥാനമൊഴിയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വൈറ്റ് ഹൗസിലേക്ക് ട്രംപിനെ ക്ഷണിച്ച ശേഷം ക്യാപിറ്റലിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയിൽ പങ്കുചേരും. മുൻ പ്രസിഡന്റുമാരായ ബിൽ ക്ലിൻ്റൺ, ജോർജ് ബുഷ് എന്നിവരും ഹിലരി ക്ലിൻ്റൺ, മുൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് എന്നിവരും അതിൽ പങ്കെടുക്കും. വമ്പൻ വ്യവസായികളായ ടെസ്ല CEO ഇലോൺ മസ്ക്, ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസ്, മെറ്റ CEO മാർക്ക് സക്കർബർഗ്, ആപ്പിൾ CEO ടിം കുക്ക്, ഓപ്പൺ AI CEO സോം ആൾട്ട്മാൻ, ആൽഫബറ്റ് CEO സുന്ദർ പിച്ചെ എന്നിവരും ചടങ്ങിനെത്തും. കൂടാതെ സിൽവസ്റ്റർ സ്റ്റാലിൻ അടക്കമുള്ള നടന്മാർ, ഗായകർ, കായിക താരങ്ങൾ തുടങ്ങിയവർ സ്ഥാനാരോഹണത്തിൽ പങ്കെടുക്കും. വിദേശകാര്യമന്ത്രി S ജയശങ്കറാണ് സ്ഥാനാരോഹണ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. റിലയൻസ് മേധാവി മുകേഷ് അംബാനി, ഭാര്യ നിത അംബാനി എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. 2020-ലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡനോട് പരാജയപ്പെട്ട ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല. ജോ ബൈഡന് അധികാരം കൈമാറാതിരുന്ന ട്രംപിൻ്റെ നടപടി അന്ന് വലിയ വിവാദങ്ങൾക്കും സംഘർഷത്തിനുമൊക്കെ വഴിയൊരുക്കിയിരുന്നു. എന്നാൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോൾ ട്രംപ് തന്നോട് കാണിച്ചതുപോലെ താൻ തിരികെ കാണിക്കില്ലെന്നും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ബൈഡൻ പറഞ്ഞിരുന്നു. ട്രംപിൻ്റെ കഴിഞ്ഞ തവണത്തെ സ്ഥാനാരോഹണത്തിന് രാജ്യമെങ്ങും ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളും നടന്നിരുന്നു. ഇത്തവണയും ഗർഭഛിദ്രം, കുടിയേറ്റ നയം, ഗാസ യുദ്ധം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിഷേധം ഉണ്ടെങ്കിലും വളരെ ദുർബലമായിരിക്കും പ്രതിഷേധ പ്രകടനങ്ങൾ എന്നാണ് വിലയിരുത്തുന്നത്. 1955-ൽ അമ്മ സമ്മാനിച്ച ബൈബിൾ, 1861-ൽ എബ്രഹാം ലിങ്കൺ സത്യപ്രതിജ്ഞയ്ക്ക് ഉപയോഗിച്ച ബൈബിൾ എന്നിവയിൽ തൊട്ടായിരിക്കും ഡൊണാൾഡ് ട്രംപിൻ്റെ സത്യപ്രതിജ്ഞ.